ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രെയിൻ ലോജിക്സ്. നമുക്കിന്ന് മാർക്കറ്റിൽ കുറച്ചധികം നല്ല സ്റ്റോക്കുകൾ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ലെവലിൽ നിൽപ്പുണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് ലെവലുകളൊക്കെ എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് നിഫ്റ്റി 50 തന്നെ പരിശോധിക്കാം. നിഫ്റ്റി 50ൽ ഹയർ ഹൈ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി 50ൽ മാർക്കറ്റ് അത്രയും ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഈ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ ഒരു ചെറിയ നെഗറ്റീവ്നെസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ലെവൽ വരുമ്പോഴും മാർക്കറ്റിൽ ബയേഴ്സ് ആക്റ്റീവായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് സ്റ്റോക്ക് ഒന്ന് പരിചയപ്പെടാം. ദ ഫസ്റ്റ് വൺ ഈസ് HDFC ബാങ്ക്. ഓഫ് കോഴ്സ് HDFC ബാങ്കിൽ എന്താണ് ഇത്ര ബുള്ളിഷ്നെസ് എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ വലിയ ഫണ്ട് ഹൗസുകളെല്ലാം സ്റ്റോക്കിനെ ഇപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അവരുടെ നല്ല ലോങ് ടൈം വ്യൂ അനുസരിച്ച് അവർക്ക് എക്സ്പെക്റ്റേഷൻസേ ഹൈ ആണ്. ഇത്രയും രൂപയ്ക്ക് അത് മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ നമുക്കൊരു 3 വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം. ചെറിയ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്ത് തുടങ്ങാം. മേ ബി അത് ഡിസ്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും HDFC ബാങ്ക്. അതിനായിട്ട് നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോകാം. വീക്ക്ലി ചാർട്ടിൽ ഡബിൾ ടോപ്പിലാണ് നിൽക്കുന്നത്. എക്സാക്ട്ലി ഡബിൾ ടോപ്പ്. വീണ്ടും അവിടെ നിന്നൊരു സെല്ലിങ്. നമുക്ക് ഈ ഒരു 20 EMAയുടെ ആ റേഞ്ച് വരെയൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുക. അതായത് 1500 ലെവലിലോട്ട്. ഇതിലൊക്കെ നല്ല ബൈ പ്രൈസാണ്. ഇതിനൊക്കെ താഴെ പോകുമെന്നുള്ള കാര്യം അറിയില്ല. കാരണം ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്കീസ് നല്ല ഹ്യൂജ് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഹ്യൂജ് പൊട്ടൻഷ്യലുള്ള സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ആഡ് ചെയ്ത് തുടങ്ങാം. ഫുൾ മണി ഇതിനകത്തോട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബ്ലണ്ടർ തന്നെയായിരിക്കും. കാരണം മാർക്കറ്റ് എത്രത്തോളം താഴോട്ട് പോകുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈവൻ വീക്ക്ലി ചാർട്ടിൽ ഡബിൾ ടോപ്പാണ്. അപ്പോൾ നമുക്ക് 9 EMA 20 EMA ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് മതിയാവും. യൂഷ്വലി നമുക്ക് ഒന്നും മാർക്കറ്റിനെ കുറിച്ച് ABCD അറിഞ്ഞുകൂടാത്തവർക്ക് ഈ ഒരു 2 സിഗ്നൽ നമുക്ക് ഫ്രീ ആയിട്ട് ട്രേഡിംഗ് വ്യൂവിൽ 2 സിമ്പൽ വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ 2 സിമ്പൽ ആഡ് ചെയ്ത് വയ്ക്കുക. ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഈ വീക്ക്ലി ചാർട്ടിൽ തന്നെ എൻട്രി എടുക്കാനായിട്ട് നോക്കുക. വീക്ക്ലി ചാർട്ടിൽ താഴോട്ട് വരുന്ന സ്ഥിതിക്ക് നമുക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കാം. ഇത് ഫസ്റ്റ് സ്റ്റോക്കാണേ, നമ്മുടെ HDFC ബാങ്ക്. അടുത്ത മന്ത്ലി ചാർട്ടിൽ നമുക്ക് നോക്കാം. മന്ത്ലിയിൽ എന്താണ് സിറ്റുവേഷൻ നോക്കാം. മന്ത്ലിയിലും ഒരു വലിയൊരു നെഗറ്റീവ്നെസ് തന്നെയാണ് ഉള്ളത്. മന്ത്ലി ചാർട്ടിൽ 20 EMAയുടെ അവിടെ സപ്പോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ബയേഴ്സ് ഏത് നിമിഷം വേണമോ ആക്റ്റീവ് ആവാം. അതുപോലെ തന്നെ മന്ത്ലി ചാർട്ട് നോക്കുമ്പോഴേക്കും താഴത്തേക്ക് കണ്ടായിരുന്നു ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ. നെക്സ്റ്റ് ട്രെൻഡ് ലൈൻ വരെ ഈ മന്ത്ലി ചാർട്ടിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് ട്രെൻഡ് ലൈൻ വരെ വരാം. അതായത് 1500 ലെവൽ, നേരത്തെ പറഞ്ഞതുപോലെ 1500 ലെവലിലോട്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സപ്പോർട്ട് കിടപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോങ് ടൈം വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്റ്റോക്കുകളിലൊന്നാണ്. അപ്പോൾ അടുത്ത സ്റ്റോക്കിലോട്ട് പോവാം. അടുത്തത് പോളിക്യാപ്പ്. പോളിക്യാപ്പിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കേ വേണ്ട. പക്ഷേ കുറച്ച് പ്രൈസ് കൂടുതലാണ്. എന്നിരുന്നാലും നമുക്ക് വീക്ക്ലി ചാർട്ടിലോട്ട് പോകാം. നോക്കിയേ, ഇത് നമ്മുടെ ഈ ഒരു ടൈമിൽ നന്നായിട്ടത് ക്രാഷ് ആയതിന് ശേഷം ഇത് വീക്ക്ലി ചാർട്ടാണ്. 1 വീക്ക് കൊണ്ട് ഏകദേശം നമുക്ക് ഒരു പൊസിഷനിൽ ഏകദേശം 26% ഡൗൺ സൈഡ് ഉണ്ടായിരുന്നു ഒറ്റ വീക്കിൽ. 26 അല്ല, ഏകദേശം 30% സ്ട്രൈക്കിൽ ഡൗൺ ഉണ്ടായിരുന്നു. എനിവേ മാർക്കറ്റ് പതിയെ അവിടെ നിന്ന് മുകളിലോട്ട് കയറി 20 EMAയ്ക്ക് ശേഷം നല്ല ഹെൽത്തി ക്യാൻഡിലിൻ്റെ വലിപ്പമൊക്കെ നോക്കിക്കേ, ഹെൽത്തി ബൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 9 EMAയുടെ റേഞ്ചിലോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു ആ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബുള്ളിഷ് പിൻബാറിന് മുകളിലോട്ട് ട്രേഡ് വീണ്ടും ഒരു 9,000 റുപ്പീസിലോട്ടൊക്കെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ 1-2 ക്വാണ്ടിറ്റീസൊക്കെ ആഡ് ചെയ്ത് തുടങ്ങുക. ബൾക്കായിട്ട് ആഡ് ചെയ്യണമെന്നില്ല. ഈവൻ ഒരു 10-20 സ്റ്റോക്കൊക്കെ നിസ്സാരമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് തന്നെയാണ് പോളിക്യാപ്പ്. 6,000 റേറ്റ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് നല്ല രീതിക്കായിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റം തരാനുള്ള എക്സ്പെക്റ്റേഷൻസ് എനിക്കുണ്ട് എന്തായാലും. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വീണ്ടും അത് മൂവ് ചെയ്യും.
നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്കുകളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. ഫുൾ മണിയും ഇതിലോട്ട് അലോക്കേറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ അനാലിസിസ് കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് യുക്തമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് വെൽത്ത് ക്രിയേഷന് ട്രേഡിംഗ് മാത്രം ഒരു ഘടകമല്ല. വെൽത്ത് ക്രിയേഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വൺസ് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവുള്ളൂ എത്രത്തോളം നമുക്കത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യം. വാറൻ ബഫറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, വൺസ് നമ്മളത് വാങ്ങിച്ച് വെച്ചിട്ട് മറന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് അത്രയും പെർഫോം ചെയ്യും എന്നുള്ള ധാരണയിൽ നമ്മൾ മറന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേഷൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഓവർനൈറ്റ് ഓരോ ദിവസം ചെന്നിട്ട് അത് മുളച്ചോ, അത് വിത്ത് ആയോ, അല്ല അതിന് കായ്ഫലം ഉണ്ടാവാൻ ടൈമായോ എന്നൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഇതിലും നമുക്ക് ശരിയാവാൻ പറ്റത്തില്ല, അത് വളരത്തില്ല മാർക്കറ്റിൽ. നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി എക്സിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വലിയ ലോസ് വരുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തോന്നുകയുമില്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളെന്ന് തന്നെ പറയാം. കാരണം ഹെവി ആയിട്ടുള്ള ഫോളൊന്നും ഇതിനായിട്ട് അഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റിലോട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ നെക്സ്റ്റ് വീഡിയോ, ബൈ.